So what a beginner should follow? അല്ലാതെ നേരെ ചാടിപ്പോട്ട് എവിടെയെങ്കിലും പോയി 20,000 രൂപ 50,000 രൂപ 1,00,000 രൂപ കൊടുത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. യുക്രൈൻ വാർ വന്നു, അഫ്ഗാനിസ്ഥാൻ വാർ, ഇഷ്ടംപോലെ വാർ പിന്നെ നടത്തി. എല്ലാവരും ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ പോവാം. ഗോൾഡിന്റെ കാലം കഴിഞ്ഞ് തുടങ്ങിയെന്ന് മനസ്സിലാകുന്നില്ല. AS എല്ലാം അറിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ന്യൂസ് ഔട്ട് ചെയ്യുന്നത്. പൊസിഷൻ സൈസിങ് അറിയുകയില്ല. നമ്മളൊരു കോഴ്സിന് ഒരു ഫീ വെക്കുമ്പോൾ വരുന്ന ആ ഒരു 2 റെസ്പോൺസ് മങ്കി മൈൻഡ് സെറ്റ് ആകരുത്. യൂഷ്വലി എല്ലാ ഫെയിലിയേഴ്സും നമുക്ക് ലെസൺസ് ആണ്. ഫുൾ നമ്പേഴ്സ് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എൻ്റെ ചുറ്റും നമ്പേഴ്സ് മാത്രമാണുള്ളത്. നമസ്കാരം, ഞാൻ ദീപ്തി. വെൽക്കം ടു എൻറിച്ച് മലയാളം പോഡ്കാസ്റ്റ് സീരീസ്. 2020 നമ്മൾ 4 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ടു 2025 ഓൾമോസ്റ്റ് 5 ടൈംസ് ഗ്രോത്ത്, 20 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ ഒരു ഗ്രോത്ത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷേ ഇപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സിലേക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ആൻഡ് ഗൈഡൻസ് എത്തുന്നുണ്ടോ, അവർ അവെയർ ആണോ എന്ന് ചോദിച്ചാൽ അതെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് തന്നെ എൻറിച്ച് മണി ആസ് എ ബ്രോക്കർ വെറും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നതിലുപരി കസ്റ്റമേഴ്സിലേക്ക് കുറച്ചും കൂടെ നോളജ് എത്തിക്കുക, പ്രോപ്പർ ഗൈഡൻസ് എത്തിക്കുക, മാർക്കറ്റ് ഇൻസൈറ്റ്സ് എത്തിക്കുക എന്നതുകൂടെ ഞങ്ങളുടെ ഉത്തരവാദിത്വമായി കാണുന്നു. അതുതന്നെയാണ് എൻറിച്ചിൻ്റെ ടാഗ് ലൈൻ, ലേൺ, അനലൈസ് ആൻഡ് ഇൻവെസ്റ്റ്. സോ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ നമുക്ക് കുറച്ച് ഇൻഡസ്ട്രി എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കാം. അവരിൽ നിന്നും കുറച്ച് റിയൽ മാർക്കറ്റ് ഇൻസൈറ്റ്സ് നമുക്ക് മനസ്സിലാക്കാം. ഇൻട്രൊഡക്ഷന് മുമ്പേ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത് ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് പേരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാതിരിക്കുന്നതും അതേപോലെ വന്നിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു പോകുന്നതും. ആ ലോസിനെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് ട്രേഡ് മാക്സ് അക്കാഡമി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഓപ്ഷൻ ഇല്ല. സോ വി വെൽക്കം ദ ഫൗണ്ടർ ഓഫ് ട്രേഡ് മാക്സ് അക്കാഡമി, മിസ്റ്റർ അരുൺ മുരളി. സോ വെൽക്കം അരുൺ. ഹായ്. So first of all, before going to the questions, so how are you and how was your 2025 financial journey and how are you looking forward to 2026? കുറേ അധികം ഇൻപുട്ട് ഉണ്ടായിരുന്നു, കുറേ അധികം ചേഞ്ചസ് ഉണ്ടായിരുന്നു 2025 ആൻഡ് ട്രേഡ് മാക്സ് അക്കാഡമി എന്നുള്ളത് ഇനിയും വേറെ ഒരു മേഖലയിലേക്ക് മാറുകയാണ്. ഫണ്ട് മാനേജ്മെൻറ്റിലെ ഫിനാൻസ് എന്നൊരു സൈഡിലേക്ക് മാറുകയാണ്. ട്രേഡിംഗ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാകും, ബട്ട് എന്നാൽ കുറേ അധികം ചേഞ്ചസും കുറേ അധികം പുതിയ പുതിയ സ്റ്റെപ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മളതെല്ലാം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. യുണീക്കായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ്. ഫ്രീ എഡ്യൂക്കേഷൻ, ഡെഫിനറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2025 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർഷമായിരുന്നു എല്ലാ രീതിയിലും. ട്രേഡ് മാക്സ് അക്കാഡമി എന്നതിലുപരി നമ്മളുടെ മാർക്കറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വർഷമായിരുന്നു. കുറേ അധികം അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ട്രംപിൻ്റെ കുറേ അധികം ഗെയിംസ് നമുക്ക് കാണാൻ സാധിച്ചു. പുതിയ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി ഞാൻ സ്വിംഗ് എന്നൊരു സെഗ്മെൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു പെട്ടെന്ന് ഗ്യാപ് ഡൗൺസും ഗ്യാപ് അപ്സും ട്രംപിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം വന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇയർ ആയിരുന്നു. അതെ, ഗ്രേറ്റ്. സോ ഇപ്പോൾ മാർക്കറ്റിൽ യൂഷ്വലായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ യൂഷ്വലായിട്ട് പറഞ്ഞ എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റിലേക്ക് എല്ലാവരും എൻട്രി ആകുന്നത് ഒരു റോങ് എക്സ്പെക്ടേഷനോട് കൂടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് പണം കിട്ടണം അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ്. സോ ഹൗ യു ആർ ലുക്കിംഗ് ദിസ് ഓർ വാട്ട് ഇസ് ദ കറക്റ്റ് മാർക്കറ്റ് മൈൻഡ് സെറ്റ്? എന്താണ് നമുക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ആവുന്നതിന് മുമ്പ്? ശരിയാണ്, എല്ലാവരും എക്സ്പെക്ടേഷൻ വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന ഇൻഫ്ലുവൻസ് തന്നെയാണ്. ട്രേഡർ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്ന് കണ്ടാൽ എന്താ, നേരെ ലംബോർഗിനി, ദുബായ് ലൈഫ്, ലക്ഷറി ലൈഫ് ഇത് മാത്രമാണ് കാണുന്നത്. ₹1 ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പാടാം. ചുമ്മാതിരുന്ന് പലരും എന്നതിനെ വിളിച്ചത് നിനക്ക് സുഖമല്ല, നിനക്ക് AC-ക്കകത്തിരുന്ന് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരികയില്ല എന്നാണ് പലരും. പക്ഷെ അങ്ങനെയല്ല. 8-10 വർഷത്തെ എക്സ്പീരിയൻസ്, 8-10 വർഷം അതുപോലെ കഷ്ടപ്പെട്ടിട്ട് ഇരുന്നിട്ട് നമുക്ക് മനസ്സിലാക്കി വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ₹1 ആണെങ്കിൽ കൂടി കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ റിസ്ക് വെച്ച് മാത്രമാണ്. ഒരിക്കലും റിസ്ക് ഫ്രീ ആയിട്ട് ഒരു ട്രേഡ് പോലുമോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഇല്ല. റിസ്ക് ഉണ്ട്, ആ റിസ്കിനെ നമ്മൾ മാനേജ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പലരുടെയും ചിന്താഗതി ഇതല്ല. മാർക്കറ്റ് വരിക, ലക്ഷങ്ങൾ ഉണ്ടാക്കാം, കോടികൾ ഉണ്ടാക്കാം, നേരെ വേറൊരു ലൈഫ്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. അതല്ല ശരി, അത്രയേ ഉള്ളൂ. ആ ഒരു ചിന്താഗതി മാറ്റണം. നിങ്ങൾ പലരും ജോലി പോലും വേണ്ട, നേരെ ഇതിലേക്ക് അങ്ങ് വരികയാണ്. പഠിക്കാൻ പോകണ്ട. ചിലർ ചോദിക്കുന്നതാണ്, സ്റ്റുഡൻസ് പിള്ളേർ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്, സാർ ഞാൻ +2 കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പോകണ്ടല്ലോ, ഞാൻ ഇത് ട്രേഡ് ആയാൽ മതിയോ എന്നുള്ളത്. ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള രീതിയല്ല പലരും വിചാരിച്ചേക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള
പെട്ടെന്നുള്ള ഇൻഫ്ലുവൻസ് കാരണം പലരും വിചാരിക്കുന്നത് ട്രേഡിങ് ഈസി ആണെന്ന്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഹാർഡസ്റ്റ് വേ ഓഫ് മേക്കിംഗ് മണി. ഇതാണ് റിയാലിറ്റി. പ്രഷറാണ്, അത്രയ്ക്ക് പ്രഷറാണ് നമുക്ക്. ഞാൻ ഇൻട്രാഡേ ട്രേഡർ ആയിരുന്നു, ഞാൻ സ്വിംഗ് പൊസിഷൻ എന്ന സെഗ്മെന്റിലേക്ക് മാറി. എന്തുകൊണ്ടാണ്? പ്രഷർ കുറയാനായിട്ട് തന്നെയാണ്. ഈസി വേ ഓഫ് മേക്കിംഗ് മണി അല്ല ഒരിക്കലും ട്രേഡിംഗ് എന്നുള്ളത്. ദെൻ സെക്കൻഡ്ലി എല്ലാവരും കൊണ്ടുവരേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം പലരും കാണുന്നത് പൈസ ഡബിൾ ചെയ്യാന്ന് വിചാരിക്കുന്ന ട്രേഡിങ്ങിൽ. ഈ വേറൊരു കുറെ അധികം ആൾക്കാർ ചിന്തിച്ചു, മാർക്കറ്റിലേക്ക് വരുന്നു, 10,000 രൂപ ഞാൻ ഇന്ന് ഇടുന്നു, എനിക്ക് 20,000 ഉണ്ടാക്കാം എന്നുള്ളത്. ഇത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം പലരും പറയും ഞാൻ 2,000 രൂപ ഇതിന് യൂസ് ചെയ്തത്, പക്ഷേ എനിക്ക് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയും. തെറ്റാണ്. ആ 2,000 രൂപ റിസ്ക്, അതായത് 100% ക്യാപിറ്റൽ റിസ്കിൽ വെച്ചിട്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. ഗ്യാംബ്ലിംഗ് ആണ് ഇതൊക്കെ, ഗ്യാംബ്ലിംഗ് ആണ്. ഇതിനൊക്കെ പൈസ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നവരാണ് പ്രശ്നപ്പെടുന്നത്. ഡബിൾ, അതായത് പൈസ ഇട്ടുകൊണ്ട് എനിക്ക് ഡബിൾ ചെയ്ത് കിട്ടണം. ഏതെങ്കിലും ടെലഗ്രാം ചാനൽ അവർ കാണിക്കും 2 തവണ നിങ്ങൾ പൈസ ഇട്ട്. ഇഷ്ടംപോലെ സ്കാംസ് ഉണ്ട് ഇതുപോലെ. നേരെ പോയിട്ട് അതിന് കൊണ്ട് പൈസ ഇടുവന്നേ, എന്നിട്ട് പൈസ പോയിട്ട് പറയാം എൻ്റെ പൈസ ട്രേഡിങ്ങിൽ പോയി എന്നത്. അത് ട്രേഡിംഗ് അല്ല, സ്കാമാണ് അത് ആക്ച്വലി. പിന്നെ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ മാത്രമാണ് എന്നൊരു അറിവ് പോലും പലർക്കും ഇല്ല. എല്ലാവരും വിചാരിക്കുന്നത് എല്ലാം ക്രിപ്റ്റോ കറൻസിയാണെന്ന്. ഇതുപോലെ കുറേ MLM പോയി ചേരും, എന്നിട്ട് നേരെ അവിടുന്ന് കുറേ പൈസയും കൊണ്ട് കളയും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ മിനിമലായിട്ട് ഒരു മാസം 2, 3, 4, 5%, അതായത് 1,00,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 2%, 2,000 രൂപ, 3,000 രൂപ, 5,000 രൂപ അങ്ങേറ്റം ഉണ്ടാക്കിയ സേഫാ, സൂപ്പർബാ. എൻ്റെ ടാർഗറ്റ് അതാ. എനിക്കൊരു 3% മന്ത്ലി, ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. 5% ഇപ്പോൾ ട്രെയിൽ ചെയ്തു പോകുന്ന സമയങ്ങളിൽ 5% കിട്ടിയാൽ എനിക്ക് ബമ്പർ ലോട്ടറി അടിച്ച ഫീലാണ്. ഇതാണ് റിയാലിറ്റി. ചില മന്ത് നമ്മൾ ലോസും വരുത്തും. ഞാൻ ഈ ട്രംപിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ പ്യൂർലി ഇൻറ്റു സ്വിംഗ് ആണ്, അതും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആണ്, സ്റ്റോക്ക് ഓപ്ഷൻസും ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, ട്രംപ് എന്തെങ്കിലും സെക്ടറിനെ പറ്റി പറയുമ്പോൾ അടുത്ത ദിവസം നേരെ ഗ്യാപ് ഡൗൺ ആണ് വരുന്നത്. എന്നെ 2-3 തവണ ഹിറ്റ് ചെയ്തു, എസ്പെഷ്യലി ജൂലൈയിൽ ഹിറ്റ് ചെയ്തു. ലോസ് വന്നു, ഓക്കെ ഫൈൻ, ഞാൻ വെയിറ്റ് ചെയ്തു, എൻ്റെ അതല്ലാന്ന് മനസ്സിലായി. ഓഗസ്റ്റിൽ ഞാൻ ട്രേഡ് ചെയ്തില്ല, കൂൾ ഡൗൺ പീരീഡ് കൊടുത്തു. എന്തോ സംഭവിച്ചിട്ടുണ്ട്, മാർക്കറ്റ് നോർമലൈസ് ആകട്ടെ എന്നുള്ളത്. സോ പറയേണ്ടത് എനിക്കിത് മാത്രമാണ്, മാർക്കറ്റിൽ എക്സ്പെക്ടേഷൻ കുറയ്ക്കണം. നമുക്ക് 3% ഒക്കെ പറഞ്ഞാൽ കൂടുതലാണേ. ഒരു വർഷം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 6%, 7% കിട്ടുന്നത്. ഇതാണ് റിയാലിറ്റി. പക്ഷേ ഇവിടെ വേറെ റിയാലിറ്റി ഉണ്ട്. ഇവിടെ എല്ലാ ട്രേഡേഴ്സും ഒരു 3% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഓവർ ട്രേഡ് കാരണമാണ് ഇവർ പിന്നെയും കൊണ്ട് ലോസിലേക്ക് പോവുക. എക്സ്പെക്ടേഷൻ കുറയ്ക്കുക, റിയാലിറ്റി മനസ്സിലാക്കുക. 1 രൂപ ഉണ്ടാക്കുന്ന പോലും കഷ്ടപ്പാടാണ്. ട്രേഡിങ് മറ്റുള്ള എല്ലാ ജോലിയെ പോലും തന്നെ പാടുപിടിച്ചൊരു ജോബ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ആകണം, ഇല്ല ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ, ടൈം ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ ട്രേഡർ ആകണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാവരും ഇത് തന്നെ പിടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിൽ. ഒരു ട്രെൻഡിങ്, അതായത് ഫോളോയിങ് ട്രെൻഡാണ്. അതെ, ഫോളോയിങ് ട്രെൻഡാണ്. എനിക്ക് എല്ലാവരും ട്രേഡിങ്ങിലോട്ട് മാത്രം വരാതെ ഇൻവെസ്റ്റ്മെന്റിലേക്കും കൂടെ പോവുക. ട്രേഡിങ് ഒരു ഇതാണ്. ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഒരു 100 കോടി രൂപ ഉണ്ടെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതാണ് റിയാലിറ്റി. അപ്പം എല്ലാവരും നമുക്കൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ഇപ്പോൾ ഒരാൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, മേ ബി ഇറ്റ്സ് എ ബിഗിനർ, മോസ്റ്റ്ലി അതായത് വളരെ പ്ലാനിങ്ങോട് കൂടി വരുന്ന ഒരാളാണെങ്കിൽ ഇൻവെസ്റ്റിംഗ് ചൂസ് ചെയ്യും. പക്ഷേ ഇപ്പൊ പറഞ്ഞ പോലെ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് ട്രേഡിംഗിലേക്കാണ്. സോ ഇൻസ്റ്റന്റ് മണി എന്നുള്ളത്. സോ വാട്ട് എ ബിഗിനർ ഷുഡ് ഫോളോ, ഏതാണ് അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടത്? ഇഷ്ടം പോലെ ഫ്രീ സ്റ്റഫ്സ് യൂട്യൂബിലുണ്ട്. ഇഷ്ടം പോലെ, വെറും 300 രൂപ, 200 രൂപ, 500 രൂപയൊക്കെ കൊടുത്താൽ ഇഷ്ടം പോലെ ബുക്സും കിട്ടും. നേരെ പോവുക, വായിക്കുക, ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുക. എന്നിട്ട് തോന്നുകയാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കുക. അല്ലാതെ നേരെ ചാടിപ്പോട്ട് എവിടെയെങ്കിലും പോയി 20,000 രൂപ, 50,000 രൂപ, 1,00,000 രൂപ കൊടുത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് നല്ല കഷ്ടപ്പാട്, നല്ല കമ്മിറ്റ്മെൻറ്റ് വേണം. ഇഷ്ടംപോലെ ലോസസ് കാണും. ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് ജോബിന് കയറി ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ, മാനേജറിൻ്റെ കയ്യിൽ നിന്നോ സീനിയർ ചെറിയൊരു വഴക്കും എല്ലാം കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പൈസ പോകും അപ്പം തന്നെ. അപ്പം നമുക്ക് തന്നെ ഭയങ്കര പ്രശ്നമാണത്. ആക്ച്വലി ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 1 രൂപ ലോസ് ആയാലേ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതേസമയം നമ്മുടെ ഇതൊരു 100 രൂപ എവിടെയും കളഞ്ഞു പോയാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാണത്തില്ല. ടോട്ടലി ഡിഫറെൻ്റ് ഒരു, ഇത് ഫുൾ സൈക്കോളജിയുടെ ഗെയിമാണെന്നേ. നമ്മൾ അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യണം. എനിവേ ഫസ്റ്റ് ഒരാൾ ചെയ്യേണ്ടത് ലേൺ ചെയ്യണം, ഫ്രീ ആയിട്ട് ലേൺ ചെയ്യുക. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇപ്പം എന്താണ്, ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട് യൂട്യൂബിൽ. ഇത് നിങ്ങൾക്ക് പോയി കാണാം.
കാണാം, പഠിക്കാം, അത് കഴിഞ്ഞ് ബുക്സ് വേണമെങ്കിൽ വായിച്ച് നോക്കുക, അതും കഴിഞ്ഞിട്ട് മാത്രം പോവുക. ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 to 5 years ഇതിനു വേണ്ടി കൊടുക്കണം. ഇത്രയും വർഷമായിട്ടുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ 2000 ഇച്ചിരി മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 4 കോടി ഡിമാറ്റ് അക്കൗണ്ട്, ഇപ്പോൾ 20 കോടി ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് 5x ആയിട്ടുണ്ട്. ഈ ടൈം പീരീഡിൽ തന്നെ എത്രത്തോളം പുതിയ പുതിയ കണ്ടീഷൻസ് വന്നു. ലെറ്റ്സ് സേ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു, യുക്രൈൻ വാർ വന്നു, അഫ്ഗാനിസ്ഥാൻ വാർ, ഇഷ്ടംപോലെ വാർ പിന്നെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ട്രംപിൻ്റെ ഈ പറയുന്ന താരിഫ് വാർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ അധികം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഗോൾഡ് ഓൾ ടൈം ഹൈ കയറി പൊക്കോണ്ടേയിരിക്കുന്നു. സിൽവർ പുതിയൊരു ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്ത് 2022 മുതൽ ഞാൻ സിൽവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വലിയൊരു പോർട്ട്ഫോളിയോയിൽ എൻ്റെ പോർട്ട്ഫോളിയോക്കകത്ത് ഏറ്റവും വലിയൊരു മേജർ ഭാഗം സിൽവറിനാണ്. ഇപ്പോൾ സിൽവർ ആൻഡ് കോപ്പറിനാണ്, നോട്ട് ഫോർ ഗോൾഡ്. എല്ലാവരും ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കാൻ പോവാം. ഗോൾഡിൻ്റെ കാലം കഴിഞ്ഞ് തുടങ്ങിയെന്ന് മനസ്സിലാകുന്നില്ല. ഡെഫിനറ്റ്ലി ഗോൾഡ് നല്ല റിസൾട്ട് തരും. പക്ഷേ ഐ ബിലീവ് ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനോ ഒന്നും അല്ല ഒരിക്കലും നമ്മളിത്. ബട്ട് എന്നാൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് സിൽവറും കോപ്പറും ഫാർ ബെറ്റർ ആയിട്ട് പെർസെൻറ്റേജ് വൈസ് റിട്ടേൺ തരുമെന്നാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു അതൊരു യൂസേജ് വൈഡ് റേഞ്ചിലുണ്ട് ദാൻ ഗോൾഡ് അല്ലേ? ഗോൾഡ് കുറച്ചും കൂടെ ഒരു ലിമിറ്റഡ് യൂസേജ്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2023-24 മുതൽ ഗവൺമെന്റ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് സോളാർ പവേഴ്സിലാണ്. സോളാർ പവേഴ്സിൽ സിൽവർ പാനൽസ് യൂസ് ചെയ്യുന്നത് നന്നായിട്ട്. ഇലക്ട്രിക് വെഹിക്കിൾസും കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്താ കോപ്പർ വയേഴ്സ് നന്നായിട്ട് യൂസ് ആവും. ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നതാണ്, സാർ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പം ഞാൻ അവരോട് പറയുക, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഉണ്ടെന്ന് തന്നെ ആണെങ്കിൽ അത് നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക നോളജ് കൂട്ടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഏത് ബാങ്കാ നിങ്ങൾ എടുത്തിട്ടുള്ളത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് ചോദിക്കും. ഇതാ അവർ പറയും SBI അല്ലെ HDFC എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് അതിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കുക. നിങ്ങൾ ആ ബാങ്കിനെ വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ കൊണ്ട് അവിടെ ഇട്ടിട്ടുള്ളത്. എന്നാൽ പിന്നെ അതിൻ്റെ 10 സ്റ്റോക്ക് വാങ്ങിക്കുന്നേ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലാസ്റ്റ് 5 വർഷത്തിലുള്ള നിഫ്റ്റി ബാങ്കിൽ ഉള്ള ടോപ്പ് 5 സ്റ്റോക്സുകൾ ഇല്ലെ 10 സ്റ്റോക്കുകൾ എടുത്ത് നോക്കിക്കോ. ലാസ്റ്റ് 5 വർഷം കൊണ്ട് നോക്കുവാണെങ്കിൽ അവരുടെ FDAക്കാട്ടിലും റിട്ടേൺസ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അത് കൺമുമ്പിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. വർക്കൗട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ നോക്കുന്നത്. എനിക്ക് നമ്മൾ ഈ ഗോൾഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടൊരു ജനറൽ ആയിട്ടുള്ളത് ജ്വല്ലറീസിലുള്ള തിരക്ക് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഗോൾഡ് വാങ്ങാനുള്ള തിരക്കും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈവൻ ദ ഗോൾഡ് റേറ്റ് ഇസ് ഗോയിങ് ലൈക്ക് റോക്കറ്റ് സ്പീഡ്. അതിൽ എന്തുകൊണ്ടായിരിക്കും എസ്പെഷ്യലി ഇൻ കേരള? അത് ഒരിക്കലും ഞാൻ പറയില്ല ഇവർ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് വാങ്ങിക്കുന്നതെന്ന്. ഇവർ സ്വന്തമായിട്ട് ഇടാനുള്ള രീതിയിലാണ് ഇത് വാങ്ങിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണെങ്കിൽ എന്തുകൊണ്ട് അവർ ഗോൾഡ് ബാർസ് വാങ്ങിക്കുന്നില്ല? അല്ല, ഞാൻ അതിൽ ചോദിക്കുന്നത് ഇപ്പോൾ വരുന്നത് എന്താ പറയാ 2 grams, 3 grams, 1 gram ornaments. So how long it lasts? Or അതിനേക്കാളും ബെറ്റർ അല്ലേ ഒരു ഗോൾഡ് ബീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒന്ന് നോളജ് ഇല്ലാത്ത തന്നെ ആർക്കും അറിയത്തില്ല ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെറും 100 രൂപ 150 രൂപയേ ഉള്ളൂ എന്ന് ആർക്കും അറിയത്തില്ല. ഇതാണ് വേറൊരു കാര്യം. എല്ലാവരും വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് വാങ്ങിക്കുക എന്നത് മാത്രമാണ്. ചിലവർക്ക് അറിയത്തില്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ETF ഉണ്ട്. എന്താണ് ETF എന്ന് പലർക്കും അറിയുകയില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം ഗോൾഡിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പലരുടെ ചിന്താഗതി എന്താ, എൻ്റെ കയ്യിൽ മിനിമം ഒരു 5000 രൂപ വേണം, ഇല്ല ഒരു 10000 രൂപ വേണം, എന്നാലേ എനിക്കൊരു ഗ്രാമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ എന്നതാണ് പലരും ചിന്താഗതി. അതുകൊണ്ട് ആരും അങ്ങോട്ട് നോക്കുന്നില്ല. വെറും 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൻ്റെ ETF വാങ്ങിക്കാം, ഇല്ല ഒരു 150 രൂപ ഉണ്ടെങ്കിൽ സിൽവറിൻ്റെ ETF വാങ്ങിക്കാൻ പറ്റും, നിഫ്റ്റിയുടെ ETF വാങ്ങിക്കാൻ പറ്റും. ബേസിക് സൂപ്പർബായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറിവില്ലായ്മ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ അവർ അറിയാത്ത കാര്യത്തെപ്പറ്റി കൂടുതൽ നോക്കുന്നില്ല, ഇച്ചിരി മടി പിടിച്ചിരിക്കുക. എനിക്കറിയത്തില്ല, ഓക്കെ ഫൈൻ, വേണ്ട ഇത് മതി എന്നുള്ള ഈസി വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പലരും വിചാരിക്കുന്നത് ഗോൾഡ് വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇച്ചിരി പാടാ, പണിക്കൂലി, അത് ഇത് എക്സ്ട്രാ ചാർജസ് വരും, പിന്നെ അത് നമ്മൾ സ്റ്റോറേജ് വീട്ടില് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ആൻഡ് ലോക്കേഴ്സിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. പക്ഷേ ആർക്കും ആ ഇതിന്റെ ETF അത് സേഫ് ആണോ എന്നാണ് ചോദ്യം വരുന്നത്. സോ ഹൗ ഡെഫിനറ്റ്ലി ETF സേഫ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്, സെബി റെഗുലേറ്റഡ് ആണ്. ഇതെല്ലാം ഇവർ ഇത് ചെയ്യുന്നുണ്ട്. എത്രത്തോളം സേഫ് ആണ് എല്ലാ ഇൻവെസ്റ്റ്മെന്റ്? ഇതാ എൻ്റെ ചോദ്യം. അതായത് FDയിൽ നമ്മൾ പൈസ ഇട്ടെന്ന് വെച്ചാൽ ഫുൾ പൈസ ഇൻഷുർ ആണോ? അല്ല. മാക്സിമം 5 lakh വരെ RBI അണ്ടറിൽ വരുന്നത്. ഇനിയും പലർക്കും ഇല്ല. RBI അണ്ടറിൽ വരുന്ന ബാങ്കുകൾക്ക് മാത്രം 5%, 5 lakh വരെ മാക്സിമം കൊടുക്കും. ഒന്നത്. ഗോൾഡിന്റെ കാര്യത്തിലാണെങ്കിലോ നമ്മളൊരു 10 പവനോ 20 പവനോ ഗോൾഡ് കൊണ്ട് സ്റ്റോറേജ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കിട്ടത്തൊന്നുമില്ല. നമ്മുടെ സ്റ്റോറേജ് നമ്മൾ എത്രയാണോ ഇത് ചെയ്യുന്നത് അതിന്റെ 5x സംതിങ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് റിയാലിറ്റി. എല്ലാവരും വിചാരിച്ചേക്കുന്നത് FD സേഫാണ്, എൻ്റെ പൈസ പോകില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സെയിം റിസ്ക് തന്നെയുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെയൊക്കെ ആക്ച്വലി.
സോ നമ്മൾ മുമ്പേ പറഞ്ഞു ട്രംപിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഒരുപാട് മാർക്കറ്റിലെ ചേഞ്ചസ് നമ്മൾ കണ്ടു, മാർക്കറ്റ് അപ്പ് ഡൗൺ ഒക്കെ കണ്ടു, ഒരു എൽ ഷേപ്പ് ആയിക്കോട്ടെ, വി ഷേപ്പ് റിക്കവറി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പക്ഷേ റെഗുലർ ആയിട്ട് ഒരു പാറ്റേൺ മാർക്കറ്റിൽ ഫോളോ ആവുന്നുണ്ട്. എല്ലാ ഇങ്ങനത്തെ ഒരു ചേഞ്ചസിനും നമുക്ക് എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും ഇമോഷണലി അവരതിനെ നോക്കി കാണുന്നത് ഒരു സെയിം വേയിലാണ്. ആ ഒരു പാറ്റേൺ ചേഞ്ച് ആവുന്നില്ല. അതായത് ഒരു സഡൻ എന്താ പറയുക ചേഞ്ച് മാർക്കറ്റിൽ വന്നാൽ ഉള്ളത് വിൽക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് താഴെ ഇറങ്ങിയാൽ ഒരുപാട് പോയി വാങ്ങിക്കുക, അങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു പാറ്റേൺ സെയിം തന്നെയാണ്. സോ വാട്ട് റിയലി ദേ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ്, എന്താണ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഓരോരോ കറക്ഷനും വരുന്ന സമയത്ത് എന്താണ് അവർ റിയലി മെയിൻ പ്രശ്നം? ഈ പേടിച്ചിട്ട് ഇറങ്ങുന്നവരുണ്ടല്ലോ, പുതിയ ആൾക്കാരാണ്. ലെറ്റ്സ് മാർക്കറ്റ് കുറച്ചധികം സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നവർ. ഞാൻ എൻ്റെ അനാലിസിൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, ഒരു 3 വർഷം 5 വർഷം അത്യാവശ്യം നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ആരും ലോസിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. 90% ഇപ്പോൾ പ്രോഫിറ്റില്ല. പിടിച്ച് നിൽക്കണം, ഡയമണ്ട് ഹാൻഡ് ആണ്, ഹോൾഡ് ചെയ്ത് നിൽക്കണം, ഇല്ലെങ്കിൽ കാര്യമില്ല. അതും നിഫ്റ്റി 50 സ്റ്റോക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണിത്. മറിച്ച് എല്ലാവരും 5 രൂപ വിലയുള്ള സ്റ്റോക്ക് തപ്പിപ്പോകും, 1 രൂപ വിലയുള്ള സ്റ്റോക്ക് തപ്പിപ്പോകും. എല്ലാവരും എൽസിഡ് പോലുള്ളൊരു സ്റ്റോക്കിൻ്റെ പറയുക. ഇപ്പം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരെയും എന്താണ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കാം ചെയ്യാനായിട്ടോ യൂസ് ചെയ്യുന്ന സംഭവം. 3 രൂപയിൽ നിന്ന് എൽസിഡ് 3 ലക്ഷം ആയത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയും. ബിറ്റ് കോയിൻ്റെ കാര്യത്തിലാണെങ്കിലോ 2011 45 രൂപയുള്ളതെന്ന് ഇപ്പോൾ 1 കോടി രൂപയെന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്തവർക്ക് അറിയാം അതിൻ്റെ എത്രത്തോളം പ്രഷർ ഉണ്ട് കാര്യം എന്നുള്ളത്. സോ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ ആ ഒരു സ്റ്റോക്സിൽ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. മിനിമം 3 to 5 ഇയേഴ്സ് ഇടുക. ഷോർട്ട് ടൈം എന്ന രീതിയിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്കിൽഡ് ആയിരിക്കണം, അത്ര നോളജ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പാടാം. ഈവൻ ഷോർട്ട് ടൈമിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രംപൊക്കെ തന്ന നല്ല പണിയായിരുന്നു. പറയുന്നു നേരെ ഇത് വരുന്നു, നേരെ ഗ്യാപ് ഡൗൺ ആവും, നല്ല ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ്. എസ്പെഷ്യലി ഞാനൊരു ഫ്യൂച്ചേഴ്സിലേക്ക് മാത്രം മാറിയതിൻ്റെ ഒരു റീസൺ ഇതുകൂടെയാണ്. കാരണം ഓപ്ഷൻസിൽ ബൈയിങ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈയിങ് കൊണ്ട് സെല്ലിങ് ഞാൻ ചെയ്യുന്നുണ്ട്. ബൈയിങ് ചെയ്യുന്ന സെഗ്മെന്റിൽ ഗ്യാപ് ഡൗൺ വന്നു, നേരെ സ്പോട്ട് താഴെ പോയി, പ്രീമിയം താഴെ പോയി. സ്പോട്ട് പ്രീവിയസ് ലെവലിൽ എത്തിയപ്പോഴും പ്രീമിയം എത്തത്തില്ല. നമുക്ക് എക്സ്പയറിയും കൂടെ ഉണ്ടല്ലോ. സോ കുറേ പ്രശ്നം. ഇതൊക്കെ പുതിയതായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇതൊക്കെ. ഇനി മാർക്കറ്റ് അങ്ങനെ കണ്ടീഷൻ വരെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻസ് നേരെ ഡ്രോപ്പ് ചെയ്തു ഇൻറ്റു ഫ്യൂച്ചേഴ്സിൽ ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്കത് ചെയ്യാം. പല രീതിയിൽ ഇത് ചെയ്യുക എന്നതാണ്. സോ അഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ മാർക്കറ്റ് കറക്ഷൻ വരുന്ന സമയത്ത് യൂഷ്വലി ഫണ്ടമെൻ്റലി വലിയ ചേഞ്ചസും വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ലെങ്കിലും ആൾക്കാർ പാനിക് ആവാറുണ്ട്. സോ ഇതെങ്ങനെയാണ് അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇല്ല എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിൽ? പാനിക് സെല്ലിങ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് അവരൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീഴുന്നത് മനസ്സിലാക്കുക. ഇപ്പം കൊറോണ വന്നു, അതെന്താ കൊറോണയുടെ കാരണമാണ് വീണിട്ടുള്ളത്. മൊത്തം മാർക്കറ്റ് വീഴുകയാണ്. അതല്ലാതെ ഇപ്പം ഞാൻ നിഫ്റ്റിയിലെ IT സെക്ടറിൽ ഞാൻ അത്ര ബുള്ളിഷ് അല്ല. അതിനേക്കാളും നമുക്ക് അത്യാവശ്യം ഇൻഫ്ര നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഒന്നും മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലത്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീണത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഫാർമ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫാമയിൽ താരിഫോ കാര്യങ്ങളോ വന്ന് അത് ഇടിഞ്ഞ് വീണെന്ന് വെച്ചിട്ട് നമ്മൾ മൊത്തം ബാക്കിയുള്ളതും കൂടെ നമ്മൾ സെല് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വീണത് ഇതുകൊണ്ടാണ് ഫാർമ സെക്ടറിനെ അത് ബാധിച്ചിട്ടുള്ളത്. ഇവിടെ ബാധിക്കുമ്പോൾ എന്താ, ഡെഫിനറ്റ്ലി ഇവിടെ നിന്നുള്ള ഫണ്ട് എടുത്തിട്ട് നേരെ അവർ ബാക്കിയുള്ള സെക്ടേഴ്സിൽ പോകാറുണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സ്റ്റോക്കിൽ കുറേ അധികം നല്ലൊരു പുഷ് കിട്ടുന്ന സമയത്ത് നല്ലൊരു ടോപ്പിൽ എത്തുമ്പോഴത്തേക്ക് മൈറ്റ് ബി അവിടെ കിട്ടിയ പ്രോഫിറ്റിലായിട്ട് എടുത്ത് ഗോൾഡിൽ കൊണ്ടുപോയി, ഗോൾഡ് ലോയിലായിരിക്കും, ബോട്ടത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് മാർക്കറ്റ് വീഴുന്നത് എന്ന് നമ്മൾ അറിയണം. അതാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. ബേസിക് ആയിട്ട് നോളജ് ഉള്ളവരായിരിക്കണം നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ കയറി വണ്ടി കയറി ഇരുന്നിട്ട് ഓടിക്കാൻ നോക്കി എന്തായിരിക്കും അവസ്ഥ? സ്ഥലത്ത് എത്തണം, എനിക്ക് ഇന്ന സ്ഥലം വരെ പോകണം എന്ന ആഗ്രഹമുണ്ട്, വണ്ടി കയറി നടക്കത്തില്ല, തട്ടിമുട്ടി വീഴും. ഇത് തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് നോക്കുക വളരെ ബേസിക് ആയിട്ട്. കാരണം ഒരാൾക്ക് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവോ, മതി. ഇത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാ. ഈവൻ എൻ്റെയും ചിന്താഗതി ഇതായിരുന്നു. അതായത് എഞ്ചിനീയറിങ്ങിന് ഞാൻ ജോയിൻ ചെയ്തപ്പം മെക്കാനിക്കൽ എടുക്കാനായിരുന്നു താല്പര്യം. ബട്ട് മെക്കിൽ കൂടുതൽ മാത്സ് ഉണ്ടെന്ന് വെച്ചിട്ട് CS എടുത്ത ഒരാളാണ് ഞാൻ. ബട്ട് കറങ്ങി തിരിച്ച് ഞാൻ ഇവിടെ തന്നെ ഫുൾ നമ്പേഴ്സ് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എൻ്റെ ചുറ്റും നമ്പേഴ്സ് മാത്രമാണുള്ളത്. സോ ഒരിക്കലും അങ്ങനെയല്ല. നമുക്കിത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാമെങ്കിൽ ധാരാളം ഇത് മാത്രം മതി. ബാക്കി നമ്മളുടെ സൈക്കോളജിയാണ് ട്രേഡിങ്ങിലെ ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. ഇൻവെസ്റ്റിങ്ങിന് ഡെഫിനറ്റ്ലി സൈക്കോളജി ഉണ്ട്. അവിടെ തന്നെ അഗെയിൻ എന്താ പറയുക, യൂഷ്വലി ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ സോ മാർക്കറ്റിനെ കുറിച്ച് വരുന്ന ന്യൂസസ്, മാർക്കറ്റിൽ വരുന്ന ന്യൂസസിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ന്യൂസ് മാത്രം വെച്ചിട്ട് സോ ക്യാൻ ഹി ടേക്ക് എ ഡിസിഷൻ, ഒരു ഡിസിഷനിലേക്ക് എത്താൻ ഒരിക്കലും. ഫോർ എക്സാമ്പിൾ XYZ എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ കമ്പനിയിൽ പുതിയൊരു പ്രൊജക്റ്റ് വരാനായിട്ട് പോവുകയാണ്. ഡെഫിനറ്റ്ലി അതിൻ്റെ ടോപ്പ് ലെയർ എല്ലാവർക്കും ഇത് അറിയാമായിരിക്കുമല്ലോ, ഇവരറിയുമല്ലോ തീർച്ചയായിട്ടും. അപ്പം ബിഗ് പ്ലേയേഴ്സ് എല്ലാം അറിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ന്യൂസ് ഔട്ട് ചെയ്യുന്നത്. ആ
സമയത്തായിരിക്കും നമ്മളെപ്പോലുള്ളവർ കാണുന്നത്. ഈ കാണുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ചാടിക്കറി ബൈ ചെയ്യുമ്പോൾ അവർക്കുള്ള പൊസിഷൻ കിട്ടി സെൽ ഓഫ് ചെയ്യാനായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് അവർ നേരെ ഇത് ചെയ്യുകയും ചെയ്യും. സോ ന്യൂസ് മാത്രം നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ന്യൂസും ടെക്നിക്കൽ അനാലിസിസോ പ്രൈസ് വാട്ടോ ബിറ്റീസ് നിങ്ങളുടെ മെത്തേഡ് എന്താണോ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇത് വളരെ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ്. നേരെ നമ്മൾ ചാടിക്കറി എടുക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ ട്രാപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് പോകാറുണ്ട്. സോ ഞാൻ ന്യൂസ് മാത്രം ഫോക്കസ് ചെയ്യില്ല, ബട്ട് ഇവൻറ്റ്സ് നോക്കും. ഇലക്ഷൻ്റെ റിസൾട്ട് ഇതൊക്കെ നമുക്ക് പക്കാ ഇവൻ്റാണ്. RBIയുടെ റേറ്റ് ഒക്കെ വരുന്നത്, റേറ്റ് ഔട്ട് വരുന്നത്, ഇതെല്ലാം നമുക്ക് ഇവൻ്റായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വൺ മോർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഡെക്കേഡ് ഓഫ് മാർക്കറ്റ് എക്സ്പീരിയൻസ്, അതായത് മാർക്കറ്റിംഗിൽ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ആർ ട്രസ്റ്റിംഗ് ടിപ്സ്. അതൊരു ഇൻസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ജോലിയില്ല, പെട്ടെന്ന് ടിപ്സ് വരുന്നു, ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു. പക്ഷേ ദേ ആർ നോട്ട് ട്രസ്റ്റിംഗ് ദ പ്രോസസ്, ഓർ ദേ ആർ നോട്ട് ടേക്കിംഗ് ആ ഒരു എഫേർട്ട് എടുക്കുന്നില്ല പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ എന്താ അരുണിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട് ടു ചേഞ്ച് ഇത്? ടിപ്സ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എടുത്തോ. പക്ഷെ എന്നാൽ എവിടെ ഇറങ്ങണമെന്ന് കൂടെ അറിയണം. അവർ കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്തുകൊണ്ട് അവരവിടെ കയറാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടില്ല ഇറങ്ങണമെന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇത് ടാർഗറ്റ് ആണെന്ന് അറിയേണ്ട ഒരു ബേസിക് നോളജ് വേണം. അല്ലാത്ത പക്ഷം അവർ പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. പലരുടെ പ്രശ്നം ടിപ്സ് കിട്ടിയാലും മൈറ്റ് ബി ഒരാളിപ്പം എടുക്കുവാണ്, ഒരു ലോട്ട് എടുക്കാനായിട്ടായിരിക്കും അവരിടുന്നത്, പക്ഷേ ഇവർ 10 ലോട്ട് എടുക്കും. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പൊസിഷൻ സൈസിങ് അറിയുകയില്ല. റിസ്കിനേക്കാൾ, അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയണം മാർക്കറ്റിൽ നമുക്കൊരു കാര്യം മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ലോസിനെ. റിവാർഡ് എത്ര കിട്ടുമോ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടോ അത് പറയാനോ പറ്റത്തില്ല. ഇതാണ് വേറൊരു കാര്യം. സോ ലോസിനെ കൺട്രോൾ ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനത്തെ കൺട്രോൾ ചെയ്യും. ഇത് റിവാർഡ് ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ചിന്ത വേറെ. ഇത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും, സൂപ്പർ, ഇത് അത് മാത്രം. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ ഓൾറെഡി ഒരു 2 ലോട്ടായിരിക്കും ആഡ് ചെയ്തേക്കുന്നത്, ഇല്ല 10 ലോട്ടായിരിക്കും ആഡ് ചെയ്തേക്കുന്നത്, 1 ലക്ഷം കിട്ടില്ല. അപ്പോൾ ഒരു 10 കൂടെ കഴിഞ്ഞാൽ 2 കിട്ടും. നേരെ ആഡ് ചെയ്യും. ഡെഫിനറ്റ്ലി ഇതാണ് നടക്കുന്നൊരു കാര്യമാണ്. നേരെ ആഡ് ചെയ്യും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. സോ ടിപ്സ് ഒന്ന് മാറ്റി വെക്കുക. എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യുക. ഇഷ്ടംപോലെ ഫേംസ് ഉണ്ട് പറഞ്ഞു തരുന്നത്. ഇന്ന സ്റ്റോക്സ് വാങ്ങിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടൈം, ലോങ് ടൈം, അൾട്രാ ലോങ് ടൈമിലോട്ടൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഫേംസ് ഉണ്ട്. സെബി RIs ഇഷ്ടംപോലെ സിഗ്നൽസും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുമ്പം നമുക്കറിയണം എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളൊരു കാര്യം പലർക്കും ഇതറിയത്തില്ല. അവർ പറയുമ്പോഴത്തേക്ക് ഇവർ ഫുൾ ക്യാപിറ്റൽ വെച്ച് അങ്ങ് എടുക്കും. ഈവൻ ചിലപ്പം എനിക്ക് ചില സമയങ്ങളിൽ ഞാനിപ്പം 4-5 CR ക്യാപ്പുള്ള അക്കൗണ്ട് ആണെങ്കിൽ കൂടി ഞാൻ എടുക്കുന്നത് 5-10 ലോട്ടായിരിക്കും. ബട്ട് കാരണം എനിക്കറിയാം അവിടെ എനിക്ക് റിസ്ക് ഉറപ്പായിട്ടില്ല, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ പൊസിഷൻസ് കിട്ടുന്നുണ്ടോ. എൻ്റെ മെയിൻ ലെറ്റ്സ് എനിക്ക് മാസത്തിലൊരു 5 ട്രേഡ് അങ്ങേറ്റം, 4-5 ട്രേഡ് ഇതേ ഉള്ളൂ എനിക്ക് ആക്ച്വലി. എസ്പെഷ്യലി സ്വിങ് ആയതുകൊണ്ട് നമുക്ക് കുറവാണ്. അത്രയും മൊമെൻറ്റം കിട്ടണം. ഈ 5 എണ്ണത്തിൽ തന്നെ ചിലപ്പോൾ 1-2 എണ്ണം ഞാൻ 2% മാക്സിമം റിസ്ക് എടുക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 0.25, 0.5, 0.1%, 1% ഒക്കെ ഞാൻ എടുക്കുന്നത്. കാരണം സീസ് ഓൾ അബൌട്ട് റിസ്ക് മാനേജ്മെൻറ്റ്. ഇതിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ തന്നെ ഒരു കാര്യം കൂടെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ടിപ്സിന് വേണ്ടിയിട്ട്, ഈ ടിപ്സ് ഫ്രീ ഒന്നുമല്ല. സോ ഒരുപാട് പേര് 10,000, 20,000, 25,000 ഐ ഡോണ്ട് നോ സോ ഹൗ മച്ച് ദേ ആർ സ്പെൻഡിങ്. പക്ഷേ എനിവേസ് യു ആർ ഹാവിങ് എൻ അക്കാഡമി ട്രേഡ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടിപ്സിന് കൊടുക്കാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും നമ്മളൊരു കോഴ്സിന് ഒരു ഫീ വെക്കുമ്പോൾ വരുന്ന ആ ഒരു 2 റെസ്പോൺസ്. സോ എല്ലാവരും നേരത്തെ തൊട്ട് മുമ്പത്തെ ചോദ്യം വന്ന സെയിം സംഭവം തന്നെയാണ്. പഠിക്കാനായിട്ടോ എഫോർട്ട് ഇടാനായിട്ടോ ആർക്കും താല്പര്യമില്ല. ബട്ട് ഇൻസ്റ്റഡ് ഈസി വേ ഓഫ് മണി മേക്കിംഗ്. അത് ഈ ഒരു സെക്ടറിന് തന്നെ വന്നൊരു സംഭവമാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി വേ ഓഫ് മണി മേക്കിംഗ് ആണ്. പഠിക്കണം, ഇതിന് പുറകെ റിസർച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നേരെ വാങ്ങിക്കും. ടിപ്സ് എടുത്തിട്ട് മജോറിറ്റി ആൾക്കാരും ലോസസ് നിൽക്കുന്നത്. ഈവൻ ആ ടിപ്സ് ശരിയാണെങ്കിൽ കൂടി കയറുന്നത് നമ്മളാ, ഇറങ്ങുന്നത് നമ്മളാ. സെയിം ഒരു മെത്തേഡ്, ഒരു എൻട്രി എക്സിറ്റ് 10 പേർക്ക് ഒരു റൂമിൽ നമ്മൾ ഇരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അവർ 10 പേര് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 റിസൾട്ട് ആയിരിക്കും വരാൻ പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻട്രി, എക്സിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻട്രി ആൻഡ് ടാർഗറ്റ്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ ബ്രിഡ്ജ്. ചെയ്യുന്ന ആളുടെ സൈക്കോളജിയാണ്, അതിൽ ഫോക്കസ് ചെയ്യണം. സോ അവരവരുടെ സ്വന്തമായിട്ടുള്ള സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുക. താനേ അവർക്കിത് ചെയ്യാൻ പറ്റുമെന്നേ. ഇപ്പോൾ ഒരാൾ നല്ലൊരു ജോബുണ്ട്, ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ വേറെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ഫുൾ ക്യാപിറ്റലല്ല ഞാൻ ട്രേഡ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഒരു 1 CR ഉണ്ടെങ്കിൽ ഈ 1 CR ഞാൻ എൻ്റെ റിസ്കിനെ മാനേജ് ചെയ്തിട്ട് സ്റ്റോക്കുകളിൽ ഇക്വിറ്റിയിൽ ഞാൻ ബൈ ചെയ്യും, ഇക്വിറ്റിയിൽ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഞാൻ അതിനെ പ്ലെഡ്ജ് ചെയ്യും. പലർക്കും ഇത് അറിയുകയില്ല. എല്ലാവരും വിചാരിക്കുന്ന, ഈ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ ട്രേഡേഴ്സും നേരെ ഫുൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുന്നു. അങ്ങനെയല്ല.
ഞങ്ങൾ ഫസ്റ്റ് അതിനെ ഇൻവെസ്റ്റ് ചെയ്യും, സേഫ് ആയിട്ടൊരു സോണിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇക്വിറ്റിയിൽ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓപ്ഷൻസിൽ പോയി ട്രേഡ് ചെയ്യുന്നത്. ഓപ്ഷൻസ് റിസ്ക് ആണെന്ന് ഞങ്ങൾക്കറിയാം. ഇക്വിറ്റിയിൽ സേഫ് ആയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിനെ പ്ലെഡ്ജ് ചെയ്തു, എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടിരുന്ന് ചെയ്യുന്നത്. പലർക്കും ഇത് അറിയുകയില്ല. എല്ലാവരും നേരെ കയറിയിട്ട് ഫുൾ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാം. റിസ്ക് ആണ് അത് ആക്ച്വലി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു 30 സെക്കൻഡ്സ് റീലോ ഇല്ല 1 മിനിറ്റ് റീലോ കാണുമ്പം അവിടെ നമ്മൾ ആ 1 lakh ആണ് ക്യാപിറ്റൽ, സോ ഇതാണ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യണം, എങ്ങനെ എത്ര എമൗണ്ട് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് ആ ഒരു 30 സെക്കൻഡ്സിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു അവിടെയാണ് ആ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. എസ്പെഷ്യലി പ്ലെഡ്ജിങ്ങിനെ പറ്റി ആർക്കും അറിയത്തില്ല. ഇപ്പം സ്വർണം പണയം വെക്കുന്നതിനെ പറ്റി എല്ലാവർക്കും അറിയാം, പക്ഷേ ഉള്ള സ്റ്റോക്കിനെ നമുക്ക് പണയം വെക്കാൻ പറ്റും, ഇത് ആർക്കും അറിയത്തില്ല. ഇത് ആക്ച്വലി ഒരു ലെസ് ദാൻ 10% ആൾക്കാർക്ക് അറിയത്തുള്ളൂ. എസ്പെഷ്യലി മല്ലൂസിന് ഒട്ടും തന്നെ ഇതിലേക്ക് നോളജ് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈവൻ ഈ പറയുന്നത് നമ്മൾ ഇച്ചിരി ETF പറ്റി പറഞ്ഞല്ലോ. ETF നമുക്ക് ഡെയിലി SIP ചെയ്യാന്നേ, ഇച്ചിരി ഇട്ടിട്ട് ചെയ്ത് പോകുമ്പോൾ ഡെയിലി SIP ഉണ്ട്. എനിക്ക് ഡെയിലി SIP ഉണ്ട്. ഗോൾഡ് ETF, സിൽവർ ETF ആൻഡ് നിഫ്റ്റി ETF ഈക്വലി നോട്ട് ലെസ് ദാൻ 10K ഡെയിലി എനിക്ക് ഇതിനകത്തുണ്ട്. സോ കാരണം എനിക്ക് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ, ഞാൻ ഒരു 1 വീക്ക് ആകുമ്പോൾ ഞാൻ ആ എമൗണ്ടിനെ പ്ലെഡ്ജ് ചെയ്യും. സോ എനിക്ക് അവിടെ ആവറേജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഞാൻ ട്രേഡിങ് ചെയ്യുന്നുണ്ട് ഈസി ആയിട്ട്. എനിക്കിപ്പം എൻ്റെ ഓപ്ഷൻസ് എനിക്ക് ഈ മാസം അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചേഴ്സ് എനിക്ക് ട്രേഡ് ചെയ്തിട്ട് ഈ മാസം ചെറിയൊരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഇക്വിറ്റി അവിടെ കിടപ്പുണ്ട്. റീസെൻ്റ്ലി ഞാൻ ചെയ്തത് SBIയിൽ 800 to 820 വാങ്ങിച്ചത് ഇപ്പം 950, 970 നിൽക്കുന്നത്. ഈസി ഷോർട്ടായിട്ട് നിൽക്കുന്നത്. അത് ഞാൻ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇപ്പൊ പോയി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അങ്ങനെ ചെയ്യരുത്. ബാങ്കിങ് സെക്ടേഴ്സ് നല്ല പുഷ് തന്നിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി, എസ്പെഷ്യലി PSU ബാങ്കിങ് സെക്ടേഴ്സ്. നമുക്കറിയാം ലേറ്റ് സെപ്റ്റംബർ മുതൽ എല്ലാ വർഷവും PSU ബാങ്കിങ് സെക്ടേഴ്സ് പുഷ് തരാറുണ്ട്. 2 വർഷം മുമ്പ് മോദി തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് PSU ബാങ്കിങ് സെക്ടറിൽ കൂടുതൽ റാലി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡേറ്റ ഉണ്ട്, ഇതിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ ഈ പറയുന്ന മാസങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി കൂടും. കാരണം എന്താ, തണുപ്പ് കാലമാണ്, ഇത് യൂസ് ചെയ്യുന്നു. സീസണൽ സ്റ്റോക്സ് ഉണ്ട്, വരുൺ ബിവറേജസ് ഇതുപോലെയുള്ള ബിവറേജസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇല്ല വോൾട്ടാസ്, ഹാവൽസ്, ഇതൊക്കെ എന്താ മഴക്കാലം, തണുപ്പ് കാലങ്ങളിൽ ഇതിൻ്റെയും കൂടും. ഈ ഒരു ഇല്ല ചൂടുകാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ബിവറേജസിൻ്റെ ആ സമയത്ത് കൂടും. ഇതാണ് വ്യത്യാസം. ഇതൊന്നും മനസ്സിലാക്കാതെ ജസ്റ്റ് ഡയറക്റ്റ്ലി പോയി ചെയ്യുന്നതിൻ്റെ വേറെ കാര്യമുണ്ട്. ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. ഞാനും ഇപ്പോഴും മാർക്കറ്റിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടംപോലെ പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വളരെ ഇൻട്രസ്റ്റ്ഫുൾ ആയിട്ട് ഞാൻ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ്, ഞാൻ ടെക്നിക്കൽ അനലിസ്റ്റ് ആണ്. ബട്ട് റീസെൻ്റ്ലി റിസർച്ച് അനലിസ്റ്റിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് ഓക്കെ ഫൈൻ, ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാഗം ഇതിനകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. സീരിയസ്ലി ഞാൻ ഇപ്പോൾ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് അങ്ങനെയായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. FA ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതാണ് ആയിത്തീരണമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വാസ് എ സ്പെക്കുലേറ്റർ അല്ലേ മുമ്പ്, പക്ഷെ ഇപ്പോഴും ആണ്. പക്ഷെ എന്നാലും ഒരു എന്താ പറയാ ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെക്കുലേറ്ററിന്റെ മൈൻഡ് സെറ്റും ഇൻവെസ്റ്ററിന്റെ മൈൻഡ് സെറ്റും രണ്ടും രണ്ടാണ്. അതെന്തായാലും ഇമോഷണലി നമ്മൾ രണ്ട് മൈൻഡിലാണ്. അപ്പം എന്ത് ബിഹേവിയറൽ ചേഞ്ച് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത് വെൻ ആൻ സ്പെക്കുലേറ്റർ ബിക്കം ആൻ ഇൻവെസ്റ്റർ മാറുന്നതിന്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പെക്കുലേറ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഭയങ്കര അഗ്രസീവ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വേറൊരു പരിപാടിക്കും പോകരുത്. പലരുടെയും വേറൊരു മിസ്റ്റേക്കാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ടീ ബ്രേക്കാണ്, നേരെ ചായ കുടിക്കാൻ വരുമ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നു പോകുന്നു, എനിക്കൊരു 1000 രൂപ കിട്ടിയാൽ മതി. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഒരു 1000 രൂപ ഉണ്ടാക്കാനോ 500 രൂപ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ മോട്ടീവ് എങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരരുത്. ഇത് അതിനുള്ള സ്ഥലമല്ല. ഇവിടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ തന്നെ പറ്റുന്ന സ്ഥലം, അതിനുള്ളവർ വന്നാൽ മതി. ഇവർ ഈ 500 രൂപ മതി 1000 രൂപ മതി എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ബ്രേക്കിന് എന്തൊരു ട്രേഡ് എടുക്കും പോകും, ലോസ് ആവും. അതങ്ങനെ പറ്റില്ല. ഒരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് ട്രേഡ് എടുക്കാൻ വലിയ സമയം വേണ്ടി വരത്തില്ല. കാരണം എൻ്റെ ലെവൽസ് ഓൾറെഡി മാർക്ക്ഡ്, അവിടെ എത്തുമ്പോൾ ഞാൻ ബൈ കൊടുക്കും, ശരി അത്രേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് വേറെ ഒരു പരിപാടിയില്ല എൻ്റെ ആക്ച്വലി അതിനകത്ത്. ബട്ട് ഇൻസ്റ്റഡ് ഒരു ട്രേഡ് എടുക്കാൻ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ജേർണൽ പ്രിപ്പയർ ചെയ്യും, ട്രേഡ് ലോഗ് പ്രിപ്പയർ ചെയ്യും. കാരണം എൻ്റെ അനാലിസിസാണ്, ഞാൻ ഈ ഡേറ്റാസ് എല്ലാം വെച്ച് നോക്കിക്കൊണ്ട് എന്നെ തന്നെ ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അളന്നാലേ നമുക്കറിയത്തുള്ളൂ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമെന്നോ ഇല്ല എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ഒരു സ്പെക്കുലേറ്ററും ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്ററും എന്ന രീതിയിൽ ടോട്ടലി ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണ് വേണ്ടത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഇസ് ദ കിങ്. ഡെഫിനറ്റ്ലി മനസമാധാനം വേണം നമുക്ക് ആക്ച്വലി. ഇല്ലെങ്കിൽ പലരുടെയും ഒരു പ്രശ്നം സ്പെക്കുലേറ്ററിൽ നിന്ന് നേരെ, അതായത് ട്രേഡറിൽ നിന്ന് നേരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ട്രേഡറിൽ നിന്ന് നേരെ ഇൻവെസ്റ്ററിലേക്ക് പലരും ആയിത്തീരും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർക്ക് ഡെയിലി യൂസിന് ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ ഇവർ തിരിച്ചു പോകും. ഈ ചാട്ടം ചാടരുത്, മങ്കി മൈൻഡ് സെറ്റ് ആകരുത്.
ജസ്റ്റ് ലൈക്ക് ഒരെണ്ണത്തിൽ തുറന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിരിക്കണം, അതിൽ തന്നെ നിൽക്കണം. എനിക്ക് ഉൾപ്പെടെ പറ്റിയൊരു കാര്യമാണ്. 2017, 18, 19 സമയത്ത് ഉള്ള പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തു. പോക്കറ്റ് മണിക്കോ ഫണ്ട് യൂസ് ചെയ്യാനോ ഇല്ല. ദെൻ ബാക്ക് ടു ട്രേഡിങ്ങിലേക്ക് നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സെഗ്മെൻറ്റിലേക്ക് മാറുകയാണെങ്കിൽ 3 to 5 years ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് എന്നൊരു മൈൻഡ് സെറ്റ് വേണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ആവശ്യം വന്നാലും അത് എടുക്കരുത്, പൈസ അവിടെ ഇരുന്ന് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. സോ ഈ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക ഏറ്റവും ഫസ്റ്റ് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. ഡിവിഡൻഡ് സ്റ്റോക്സ് പലർക്കും ഇത് അറിയത്തില്ല, ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ അറിയാത്ത കാര്യത്തെ പറ്റി എല്ലാവർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇതാക്കുന്നതല്ല, പക്ഷെ എന്നാൽ ഇതൊക്കെ ഉണ്ട്, സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് റെന്റ് ചെയ്യാൻ തന്നെ പറ്റും. ഈ റെന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും അറിയത്തില്ല ഇത് റെന്റ് ചെയ്യാം. സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കുക, അത് പ്രോഫിറ്റ് ആകുമ്പോൾ പ്രോഫിറ്റ് ആകുക മാത്രമേ എല്ലാവർക്കും അറിയാവുന്നത്. ഈ സ്റ്റോക്കിൽ നിന്ന് കോർപ്പറേറ്റ് ആക്ഷൻസ് വഴി ഡിവിഡൻഡ്, ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇതിലും വഴി എല്ലാം നമുക്ക് നല്ലൊരു ഇൻകം കിട്ടും എന്ന് ആർക്കും അറിയത്തില്ല. ഇല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പലർക്കും അറിയത്തില്ല. റെൻറ്റ് കൊടുക്കാൻ പറ്റും. 2-3 മാസത്തേക്ക് നമുക്കൊരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും, റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് 1%, 2%, 1.6% ഒക്കെ കിട്ടും. എക്സാക്ട്ലി അറിയാം എന്ന് വരെ നമ്മളിത് കൊടുക്കണം, എത്രയാണ് ഇതിൻ്റെ നീഡ്, എത്രയാണ് അവൈലബിലിറ്റി, എത്രയുണ്ടെന്നൊക്കെ നമ്മൾ കൊടുത്ത് സുഖമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പരിപാടിയും കൂടെയാണ് റെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. കുറേ അധികം പരിപാടികളുണ്ട് ചെയ്യാനായിട്ട്. യെസ്, സോ ഒരുപാടുണ്ട്. അതാ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ഇറ്റ്സ് ലൈക്ക് സീ കടൽ പോലെയാണ്, നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻഡെപ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്പേഴ്സ് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന സെഗ്മെൻറ്റിൽ പോകാതിരുന്നത്. പക്ഷേ എനിക്കിപ്പം കൂടുതൽ അതാണ് ഞാൻ നോക്കുന്നത്, കൂടുതൽ പഠിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് എൻ്റെ ഭാഗത്തൊരു അറിവില്ലായ്മയായിരുന്നു, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അതായത് ഞാൻ പോയില്ല എന്നുള്ളത്. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. അപ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട, എൻ്റെ മടി കാരണം ഇത് ഞാൻ മാറ്റി വെച്ചു. പക്ഷെ ഞാനത് വേണമെന്ന് വെച്ചൊരു തവണ ട്രൈ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈവൻ ഫാർ ബെറ്റർ ദാൻ ട്രേഡിംഗ് എന്ന് തോന്നൽ വരെ എനിക്ക് തോന്നിപ്പോയി അവിടെ. ഓക്കെ, സോ ഇപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു റിയൽ എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, അരുണിൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, യു അണ്ടർസ്റ്റാൻഡ് ദ ലോസ്. ആ ലോസിൽ നിന്നാണ് ഈ ഒരു ട്രേഡ് മാർക്സ് അക്കാഡമി അങ്ങനെ ആ ഒരു ലോസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് മറ്റുള്ളവർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കാനും മാർക്കറ്റിൻ്റെ ഇൻസൈറ്റ് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാർക്കറ്റിലെ ലോസ് എന്താ പറയുക അൺഅവോയ്ഡബിൾ ആണ്. സോ അപ്പം എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ ഒരു ലോസിനെ നോക്കിക്കാണുന്നുണ്ട്? ബിക്കോസ് സം ഫെയിലിയേഴ്സ് വിൽ ഗിവ് ലെസൺസ്. യൂഷ്വലി എല്ലാ ഫെയിലിയേഴ്സും നമുക്ക് ലെസൺസ് ആണ്. അപ്പോൾ ലോസും ഒരു ഫെയിലിയർ ആണ്, പക്ഷേ അതൊരു ലെസൺ ആണ്. എങ്ങനെയാണ് അവർ ആ ഒരു ലോസിനെ എടുക്കേണ്ടത്? എന്താണ് അരുണിൻ്റെ പെർസ്പെക്റ്റീവ്? നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് അവർ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പം നമ്മൾ ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ എന്താ ചില തട്ടിലും മുട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോസസ് ഉണ്ടാകും എന്നൊരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ വരുന്നത്. അവർ നേരെ ബിഡ് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ എനിക്ക് ഈ ഒരു ട്രേഡ് എടുത്ത് എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഈ പറഞ്ഞ പോലെ ഒരു 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ ചുമ്മാ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ നോക്കുമ്പോൾ എന്താ എനിക്കൊരു 1000 രൂപ ഡെയിലി കിട്ടിയാൽ മതി. എനിക്ക് അങ്ങനെ 20 ദിവസം ഇല്ലെങ്കിൽ 30 ദിവസം ആകുമ്പോഴത്തേക്ക് ഇവർ 30 ദിവസം ഇവർ അവധി പോലും കൂട്ടത്തില്ല കേട്ടോ. ഇതാണ് ചിലവരുടെ ചിന്ത. 30 ദിവസം എനിക്ക് 30,000 രൂപ കിട്ടുമല്ലോ. ചിലരൊക്കെ വന്നിട്ട് ചോദിക്കും നമുക്ക് എല്ലാ ദിവസവും 1000 രൂപ കിട്ടുമോയെന്ന്. ഞാൻ പറയും കിട്ടത്തില്ല എന്ന് പറയും. നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 2-3% നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ആദ്യമേ തന്നെ ചിലപ്പോൾ ലോസസ് വരും, പക്ഷെ നമ്മൾ അതിനെ വെയിറ്റ് ചെയ്തിരിക്കണം, ഹോൾഡ് ചെയ്യണം. എവിടെയാണ് നമുക്ക് ലോസ് വന്നത്, എന്തുകൊണ്ടാണ് ലോസ്? ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞു ഈവൻ എനിക്കുണ്ടായ എന്താ ട്രംപിൻ്റെ ഈ ഒരു ഇഷ്യൂസ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ വേ ഓഫ് ട്രേഡിങ്ങിലുള്ളതല്ലായിരുന്നു അത്. ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കി ഓക്കെ മാർക്കറ്റിനെ മനസ്സിലാക്കി ഞാൻ തിരിച്ച് കയറിയതിലേക്ക്. ഇതായിരിക്കണം ചെയ്യേണ്ടത്. ലോസസ് വരുന്നുണ്ടെങ്കിൽ ലോസസ് നല്ലതാണ് ഡെഫിനറ്റ്ലി. പലരും സ്റ്റോപ്പ് ലോസ് വെക്കത്തില്ല. ഇതാണ് വലിയ ലോസിൻ്റെ പ്രശ്നം. മെയിൻലി ട്രേഡേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രോഫിറ്റും വലിയ വലിയ ലോസസുമാണ്. ഇത് കാരണം എന്താ സംഭവിക്കുക, ലാസ്റ്റ് അവരാകുമ്പോഴത്തേക്ക് വാഷ് ഔട്ടായി തീരും. എന്നിട്ട് ഇവർ നിർത്തിയിട്ട് പോകും. പക്ഷേ ഇതൊരു ഇതാണ് ലൂപ്പാണ് ആക്ച്വലി. ഒരു വട്ടം കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടോ എവിടെന്നെങ്കിലുമൊക്കെ കയറിയിട്ട് പിന്നെയും തിരിച്ച് വരും. ചിലപ്പോൾ അത് 1 വർഷമാകാം, ചിലപ്പോൾ 2 മാസമാകാം, ചിലപ്പോൾ 1 ദിവസമാകാം. ഞാൻ തന്നെ നിർത്തി എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ തിരിച്ച് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ട് വന്നിരിക്കും ഒരു 2018-19 സമയത്തൊക്കെ. ഇതൊരു ലൂപ്പാണ് ആക്ച്വലി. ഇത് ഒരു വട്ടം കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയതിനെക്കാട്ടിലും കൂടുതൽ പോയവരുടെ കഥകളാണ് ഇവിടെ ഉള്ളത്. ഇതാരും അറിയുന്നില്ല. ഇത് വളരെ പ്രശ്നം പിടിച്ചൊരു കാര്യമാണ്.
ഹെഡ്ജ് ചെയ്യുക, അല്ലാതെ ഡയറക്റ്റ് കയറിയിട്ട് മാർക്കറ്റ് കയറി കളിക്കരുത്, പ്രശ്നമാണ്. അപ്പോൾ പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലാകെ 10,000 രൂപയേ ഉള്ളൂ എന്നാണെങ്കിൽ വളരെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിങ്ങൾ നിങ്ങളുടെ എന്ത് സ്കില്ലുള്ള വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഒരിക്കലും നേരെ ഇപ്പോൾ പറഞ്ഞു ട്രേഡ് മാർക്സ് അക്കാഡമി അതിൻ്റെ ബേസ് വന്നത് ട്രേഡ് മാർക്സ് അക്കാഡമി എന്നുള്ളത് 2026 ടോട്ടലി ഒരു ചേഞ്ച് ആകുകയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ഫണ്ട് മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ ഒരു സെബി ആറെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഠിപ്പീര് ഇല്ല അക്കാഡമി എന്നൊരു സംഭവം അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണ്. ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഇനി എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് പൈസ ഉണ്ടാക്കാനായിട്ടല്ല നമ്മൾ ഈ സമയത്തിന് എല്ലാവരും പഠിപ്പിക്കേണ്ടത്, ഉള്ള പൈസ മാനേജ് ചെയ്യാനായിട്ടാണ് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലായി. അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളെ ഇല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റുകളെ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. സോ ആ രീതിയിലാണ് പോകുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്കിത് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ. ഏതൊരു കാര്യവും നമ്മൾ അങ്ങനെയാണല്ലോ. പക്ഷേ ഇൻ ദിസ് സിനാരിയോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വാട്ട് യു തിങ്ക് അബൌട്ട് ദ ഫിനാൻഷ്യൽ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം സ്കൂളിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എൻ്റെ ഒരു ട്രേഡ് മാർക്സ് അക്കാഡമി 2026 +2 വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫൈനാൻസ് എല്ലാം. ആൻഡ് ഓൾസോ ഓർഫനേജസുകളിലും നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നു, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ്. അവിടെ ഏജ് കാറ്റഗറിയോ കാര്യങ്ങളോ ഇല്ല. ഡെഫിനറ്റ്ലി ലേണിംഗ് എന്ന് പറയുന്നത് നീഡാണ്. പറഞ്ഞത് ശരി തന്നെ, കൊച്ചിലെ തൊട്ടേ വേണം. ഇത് കൊച്ചിലെ തൊട്ട് പറയുന്നത് എന്താ, നീ ജോലിക്ക് പോകണം, നീ ജോലിക്ക് പോയാലേ നിനക്ക് പഠിക്കണം, പഠിച്ചാലേ ജോലിക്ക് പോകാം, നല്ല ജോലി കിട്ടത്തുള്ളൂ. ആ ഒരു സംഭവം ഇവിടെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞു. ഒരു 2010 2015 വരെ ആയിരുന്നു ആ സമയം. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം പുതിയ റൂൾസ് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഒരു എംപ്ലോയിയെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ വിത്തിൻ 2 days അവർക്ക് സാലറി കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പക്ഷേ അതിന് വേറൊരു മറുവശം കൂടെ ഉണ്ട്. പെട്ടെന്ന് ഒരു എംപ്ലോയിയെ പറഞ്ഞു വിടാം എന്നതാണ് അതിൻ്റെ ഒരു മീനിങ് കൂടെ. അതായത് ലേ ഓഫ് നടക്കാൻ പോവുകയാണ് എന്നുള്ളത്. ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ഇപ്പോൾ അറിയാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. 2 വർഷമായിട്ട്, 1 വർഷത്തിന് മുകളിലായിട്ട് ലേ ഓഫ് നടക്കുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടാണ്. എല്ലാവരും തിരിച്ച് ബാക്ക് ടു കേരളയിലേക്ക് വരാൻ പോകുന്നു. മല്ലൂസ് കുറേ അധികം പേര് വരുന്നുണ്ട്. സോ നമ്മളിത് മനസ്സിലാക്കണം. അതായത് ആ ഒരു സമയം കഴിഞ്ഞു. ഇന്ത്യ പോലുള്ളൊരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് എന്തിട്ടാലും വിറ്റുപോകും. നല്ലതായിരിക്കണം, വിൽക്കേണ്ട രീതിയിൽ അത് വിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ചെറുതായിട്ടിരുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് അവരുടെ കപ്പ് ഓഫ് ടീ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മെയിൻ സോഴ്സിലേക്ക് ആക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് പറയുന്നു. അത് എപ്പോഴാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഒരു 25 വയസ്സ് കഴിയുമ്പോൾ ഇല്ല ഒരു 30 വയസ്സ് കഴിയുമ്പോഴാണ് എല്ലാവരും ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത്. എല്ലാവരും ടോട്ടലി ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. സത്യം പറഞ്ഞത് ബേസ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 10 രൂപ ഒരു പിള്ളേർ പറയുമ്പോൾ ചുമ്മാതെ വാങ്ങിച്ചു കൊടുക്കാതെ അവർക്ക് ഒരു മാസത്തെ ബഡ്ജറ്റ് അവരെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 1000 രൂപ ഇല്ല 2000 രൂപ, ഒരു 5000 രൂപ അവരെ കൊടുത്തേക്കുക. നിൻ്റെ ഈ മാസം ബഡ്ജറ്റ് ഇതാണ്, ഇതിനകത്ത് നിനക്ക് എന്ത് വേണേൽ വാങ്ങിക്കാം, നിനക്ക് എന്ത് വേണേൽ ചെയ്യാം. ബട്ട് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അവിടെ തൊട്ടേ അവർക്കൊരു സംഭവം വരും. ഇൻസ്റ്റഡ് ഇവർ പറയുമ്പോൾ തന്നെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, ഇവർ പറയുമ്പോൾ തന്നെ ലാപ്പ് വാങ്ങിച്ചു കൊടുക്കുക, ഇവർ പറയുമ്പോൾ തന്നെ ബൈക്കോ വാട്ടോ ഇത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്നുള്ളൊരു സംഭവം മാറി തുടങ്ങി. ഇപ്പം ഇതാണ് ഞാൻ കണ്ടുവന്നൊരു സംഭവമാണ് കേട്ടോ. ജെൻസീസ് എന്നൊക്കെ പറയാം. ഞാൻ 1998 ഞാൻ നേരെ പറയുന്നില്ല, ബട്ട് എന്നാലും ഞാൻ സ്റ്റില്ല് പറയുകയാണ്. ഇപ്പം ഇത്രയും ഓൾമോസ്റ്റ് 20,000+ സ്റ്റുഡൻസിനെ നമ്മളിവിടെ പഠിപ്പിച്ചു. സോ അതിലൊരു 10,000 വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടീമിനെ ഇത്ര ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇത്രയും പിള്ളേരുമായിട്ടൊരു 1-to-1 ഞാൻ ഇരുന്നിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അതായത് പേരൻസ് ഇപ്പൊ പണ്ട് കാലങ്ങളിൽ പൈസ ഇല്ലായിരുന്നു പേരൻസിൻ്റെ കയ്യിൽ. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, സോ 80s 90s ആ ഒരു കാലഘട്ടവും ഇപ്പോൾ ഉള്ള ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പേരൻസിൻ്റെ പണ്ട് പൈസ ഇല്ലായിരുന്നു, ഇപ്പോൾ പൈസയുണ്ട്. പിള്ളേർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എല്ലാവരുടെയും സ്വന്തമായിട്ടൊരു പേഴ്സണൽ ബൈക്ക് വാങ്ങിച്ച് തന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പിള്ളേർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് ഞാൻ ഒരിക്കലും അവർ കൊടുത്തില്ല അങ്ങനെ പോകുന്നുണ്ട് പേടിച്ചിട്ടായിരിക്കാം പേരൻസ് ഇത് ചെയ്യുന്നത്, അറിയുകയില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത് കാരണം അവർക്കൊരു ഫ്യൂച്ചറിലേക്ക് ഒരു പുഷ് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പം അരുൺ പറഞ്ഞ പോലെ ചില പാരൻസ് ദേ ആർ ഗിവിങ് എ സർട്ടൻ ലിമിറ്റ്സ്. സോ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അവരിലേക്ക് അറിയാൻ വേണ്ടി ഇതിൽ നിങ്ങൾ
സ്പെൻഡ് ചെയ്യോ, എത്ര നിങ്ങൾ സേവ് ചെയ്യുന്നു, ആ ഒരു ഹാബിറ്റും എനിക്ക് തോന്നുന്നു വളർത്തുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. പണ്ട് കാലങ്ങളിൽ അത് ഒരു ഇപ്പം ഞാൻ വളർന്നു വന്ന സമയത്തൊക്കെ ചിലപ്പോൾ എൻ്റെ പേരൻസ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പിള്ളേരെ ചീത്തയാക്കുക, പൈസ കൊടുത്ത് വിടുക എന്നുള്ളത്. ഒരിക്കലും അതല്ലായിരുന്നു, പക്ഷെ അതായിരുന്നു ശരിയെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവർക്കൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നിൻ്റെ ബഡ്ജറ്റ് ഇതേ ഉള്ളൂ, ഇതിനകത്ത് നിനക്ക് എന്ത് വേണേൽ ചെയ്യാം. പിന്നീട് അത് ബഡ്ജറ്റ് തീരുമ്പോൾ ചോദിക്കുമോ, തന്നിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞല്ലോ, സോ ഈ മന്ത് ഇല്ല, നെക്സ്റ്റ് മന്ത്. സോ അവർക്ക് മനസ്സിലായി തുടങ്ങും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നുള്ളതിൽ. ഇപ്പം കുറേ അധികം പ്രശ്നങ്ങൾ ഇതാണ് വരുന്നത്. അവർ സ്വന്തമായിട്ട് ഇറങ്ങുമ്പം പിന്നെ ഈ പറയുന്ന പുതിയ പുതിയ സ്കീമുകൾ, നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നേരെ പോയിട്ട് ഐഫോൺ എടുക്കുന്നു. എല്ലാവരും വിചാരിക്കുന്നത് നോ കോസ്റ്റ് EMI എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമാണല്ലോ, ഞാൻ കൊടുക്കണ്ടല്ലോ എന്ന്. ഡെഫിനറ്റ്ലി നിങ്ങൾ പേ ചെയ്യും. അവർ ബിസിനസ് ചെയ്യുന്നവർ, അവർക്ക് തലയുണ്ടായിട്ട് തന്നെ അവരിത് ഇറക്കിയിട്ടുള്ളത്. നോ കോസ്റ്റ് EMI എന്ന് പറയുമ്പോൾ എന്താ, പൈസ കുറവുള്ള ഒരാളായിരിക്കും നോ കോസ്റ്റ് EMI നോക്കുന്നത്. മജോറിറ്റിയും 90% ഞാൻ നോ കോസ്റ്റ് EMI എടുക്കും. അത് വേറൊരു ഗെയിമാണ്. ഡെഫിനറ്റ്ലി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോ കോസ്റ്റ് EMI എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്താ ചെയ്യുന്നത്, പൈസ ഇല്ലാത്ത ഒരാളാണ്, അവൻ എന്തായാലും ഡെഫിനറ്റ്ലി 2-3 മാസം അടയ്ക്കാൻ പറ്റത്തില്ല, അടിക്കും. ഇവർ ഓരോ പ്രാവശ്യം ഇവർ ചെക്ക് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഇരട്ടി ആയിരിക്കും നോർമൽ ഇൻട്രസ്റ്റിനേക്കാളും ഇവർ പേ ചെയ്യുന്നുണ്ട്. 90% ഇതിനകത്ത് കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പം ഞാൻ എടുക്കുന്നു എന്ന് പറയുന്നു, എൻ്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആ 2 ലക്ഷം രൂപ സ്റ്റോക്കിലിടുകയും അതിനെ പ്ലഡ്ജ് ചെയ്തിട്ട് ഞാനൊരു 5% ഉണ്ടാക്കും. എന്നിട്ടായിരിക്കും ഞാൻ ഇതിന് EMI എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് എനിക്ക് 0 കോസ്റ്റിലാണ് എൻ്റെ പല പ്രൊഡക്ട്സും എനിക്ക് കിട്ടുന്നത്. സോ ഈ രീതിയിൽ ഫൈനാൻസിനെ നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുമെന്നേ, എല്ലാവർക്കും പറ്റും. ഇത് ഒരു രീതിയിലല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇപ്പോൾ പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഇപ്പം ലെറ്റ്സ് ഇപ്പം ഒരാൾക്കൊരു കടമുണ്ട്. ഇപ്പം എനിക്കൊരു 1 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയിട്ട് 1 ലക്ഷം രൂപ ഞാൻ നേരെ പോയി കൊടുക്കുകയില്ല. ഇൻസ്റ്റഡ് ഞാനൊരു 1.5 ലക്ഷം രൂപ ഉണ്ടാക്കും. ഈ 1.5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഗോൾഡ് വാങ്ങിക്കുകയോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഞാനത് പ്ലെഡ്ജ് ചെയ്യും. എന്നിട്ട് ഞാൻ ആ പൈസ 1 ലക്ഷം രൂപ കൊടുത്തു. സോ 2 ഗുണങ്ങളുണ്ട്. കടം തീർന്നു, നമ്മുടെ കയ്യിൽ അസറ്റ് ഉണ്ട്, അതും പഴയ വാല്യൂവിൽ. 2023 നമ്മൾ ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ? ഇപ്പോൾ ഞാൻ പ്ലെഡ്ജ്, ഞാൻ നന്നായിട്ട് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്ന ഒരാളാണ് ബാങ്ക്സുകളിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത സമയത്ത് അവർ പറയുകയാണ്, സാർ ലാസ്റ്റ് വെച്ചപ്പോഴത്തേക്ക് ഗ്രാമിന് 6000 രൂപയുള്ളായിരുന്നു എന്ന്. ഇപ്പം എന്താ 12 രൂപ. അതും 8 മാസം 9 മാസം വ്യത്യാസമാണ്. ഇപ്പം ഈ പറയുന്ന 2025 ലാസ്റ്റ് എൻഡിൽ ഡിസംബറിലെ ടൈമിലാണ് നമ്മളിത് പറയുന്നത്. 8 മാസം 9 മാസം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. 1 ഗ്രാമിന് 6000 രൂപ 7000 രൂപയുള്ളായിരുന്നു. ഇന്ന് 12000 രൂപയ്ക്ക് മുകളിലാണ്. ഇത്രയും വ്യത്യാസം വന്ന്. അപ്പോൾ എൻ്റെ ഗുണം എന്താ, എൻ്റെ ആ പഴയ അസറ്റ് അവിടെ കിടപ്പുണ്ട്, ആ വാല്യൂവിൽ തന്നെ എനിക്കിത് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഇതുപോലെ കുറേ ടിപ്സുകളുണ്ട്, ചെയ്യാൻ പറ്റുന്ന കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. അത് മനസ്സിലാക്കണം. ചിലവർ കണ്ടിന്യൂസ് ആയിട്ട് ലോൺസ് എടുത്തുകൊണ്ടേയിരിക്കുക, 17%, 20% എന്നൊക്കെ എടുത്തോണ്ടിരിക്കുക. എന്നാൽ നമുക്ക് ഇതിനെല്ലാം ഡെപ്ത് കൺസോൾട്ടേഷൻ ലോൺ എന്ന രീതിയിൽ ഒരെണ്ണം എടുക്കാൻ പറ്റുമെന്നും പലർക്കും അറിയത്തില്ല. സോ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഇവിടെ പറഞ്ഞല്ലോ കുറേ ടിപ്സുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടിപ്സ്, ഒരു ഇൻവെസ്റ്റിംഗ് ജേർണി ബെറ്റർ ആക്കാൻ വേണ്ടി ഡെയിലി ഒരു ഇൻവെസ്റ്റർ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഓരോ ഹാബിറ്റ് ഉണ്ട്, ശീലമാക്കാൻ പറ്റുന്ന 1-2 ഹാബിറ്റ്സ് എന്തൊക്കെയാണ് അവർക്ക്? ഞാൻ സ്റ്റോക്കിൽ എല്ലാ ദിവസവും രാവിലെ പിള്ളേരോട് പറയും, ലെറ്റ്സ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ടോ എന്തിനെങ്കിലും നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പള്ളിയിലും അമ്പലത്തിലൊക്കെ നേർച്ചെടുത്തില്ലേ, അതുപോലെ ഒരു ഗോൾഡ് ETF വാങ്ങിക്കുക, ഇല്ല ഒരു സിൽവർ ETF വാങ്ങിക്കാൻ പറയും. 100 രൂപ 150 രൂപയോളം 2022 മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കുറേ ഒന്നും ആലോചിച്ച് നോക്കുക, അന്ന് തൊട്ടേ ഇട്ടിട്ടുണ്ട് എന്തോരമായി എന്നുള്ളത്. ഞാൻ എൻ്റെ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് ETF മിനിമം 10,000 ഉണ്ട് ഒരെണ്ണത്തിൽ തന്നെ. സിൽവർ ETF ഇല്ല ഗോൾഡ് ETF ഏറ്റവും കുറഞ്ഞതുണ്ട് ഇതിൽ. ഈ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഡിജിറ്റൽ ഗോൾഡ് വേറെ, അതും ഞാൻ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് എക്സ്ട്രാ കിട്ടുമ്പോഴത്തേക്ക് ഇത് ചെയ്യുക. ആൻഡ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ETF വാങ്ങിച്ചു വെക്കുക. ഒരു സിൽവർ ETF ഇല്ലെങ്കിൽ ഒരു ഗോൾഡ് ETF ഇല്ലെങ്കിൽ ഒരു നിഫ്റ്റി ETF നമുക്ക് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. ഞാനിതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് 100 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്നേ, പറ്റാതിരിക്കുകയൊന്നുമില്ല. ഇത് ചെയ്യാം. സ്വന്തമായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, SIP ആയിട്ട് തന്നെ ചെയ്യുക. അതും ലംസമായിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക SIP ആയിട്ട് ചെയ്തേക്കുക. ദെൻ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമല്ല SIP, സ്റ്റോക്സ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാമെന്ന് കുറേ കാര്യമുണ്ട്. ഒന്നും ചെയ്യണ്ട, യൂട്യൂബിൽ പോവുക, തപ്പുക, ചുമ്മാ അടിച്ചു നോക്കുക. ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് മെത്തേഡ് ടു ഇൻവെസ്റ്റ്, ബെസ്റ്റ് മെത്തേഡ് ടു ഫിനാൻഷ്യൽ ഫ്രീഡം, ഇല്ല ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തപ്പിയാൽ കിട്ടുന്നതല്ല. ഇതിലിപ്പോൾ പറഞ്ഞപ്പോഴാണ്, ഇപ്പം എൻറിച്ചിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ജേർണി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ ലെവൽ ലേൺ ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പം നമ്മൾ എത്രത്തോളം പറഞ്ഞാലും എൻ്റെ കയ്യിൽ അത്രയും ഇല്ല, ബിക്കോസ് അവരുടെ കമ്മിറ്റ്മെൻറ്റും കൂടുതലാണ്. പക്ഷേ ഒരു 10 രൂപ ഒരാളുടെ അടുത്ത് ഡെയിലി മാറ്റി വയ്ക്കാൻ
നമ്മൾ വിചാരിച്ചാൽ പറ്റും, അങ്ങനെ 10 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതിലൊക്കെ എന്നുള്ളത് ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലോർക്കയിൽ തന്നെ 10 റുപ്പീസ് SIP മിനിമം. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, 10 റുപ്പീസ് SIPs നമുക്കുണ്ട്. SIPസിന്റെ ഒരു പോയിന്റ് ഓഫ് വാല്യൂ നമുക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കും ഡെയിലി ബേസിസ്. നമ്മൾ 10 രൂപ ഒരു ഡെയിലി ബേസിസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മാസത്തേക്ക് 300 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അല്ലേ. 30 ഡേയ്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. അപ്പം അതൊരു വലിയ ബേർഡൻ ആയിട്ട് നമുക്ക് വരില്ല. ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമേ ഉള്ളൂ. $300 ഒക്കെ സത്യം പറഞ്ഞാൽ ഡെയിലി ഒരു 100 രൂപ 200 എല്ലാവർക്കും മാറ്റി വെക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു സത്യം പറഞ്ഞാൽ ഇത് പറ്റാത്തതല്ല, ഇവര് മോട്ടിവേറ്റഡ് ആകുന്നില്ല. ഒരു 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മോട്ടിവേറ്റഡ് ആയി തുടങ്ങും. കോമ്പൗണ്ടിങ്ങിന്റെ ഒരു റിയൽ എഫക്ട് എന്താണെന്നുള്ളത് അത് നമ്മളിപ്പം 10 രൂപയല്ലേ ഉള്ളൂ, ഒരു മാസം 300 രൂപ, അതെന്താ ഇത്ര വലിയ സേവിങ്സ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ബട്ട് അത് കോമ്പൗണ്ട് ചെയ്ത് പോകുമ്പോൾ അറിയാൻ പറ്റും. ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് 8th വേൾഡ് വണ്ടർ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണെന്നുള്ളത്. ആൻഡ് കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ പൈസയിൽ മാത്രമല്ല നമ്മളുടെ പേഴ്സണാലിറ്റിയിലുമുള്ള ഡെവലപ്മെൻറ്റ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതെങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് വലിയൊരു റിസൾട്ടിലേക്ക് വരും എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ. സോ ആസ് ഓൾറെഡി മെൻഷൻ ചെയ്തു, ഒരുപാട് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം അതിൽ മാർക്കറ്റിൽ സക്സീഡ് ചെയ്ത ആൾക്കാരുണ്ടാവും, എക്സിറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും, സസ്റ്റെയിൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. സോ എന്താണ് ആക്ച്വലി ഒരു മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാനാണോ ഇല്ല സക്സസ് ചെയ്യാനാണോ? ഞാൻ എക്സിറ്റിനെ കുറിച്ച് പറയുന്നില്ല, എക്സിറ്റ് ചെയ്യരുത്. നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മളത് പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സക്സീഡ് ചെയ്യാനും ഈ സർവൈവ് ചെയ്യാനും അരുൺ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ കുറേ അധികം പേര് എക്സിറ്റ് ചെയ്യും, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഇതാ ലൂപ്പ, പിന്നെ തിരിച്ചാരെങ്കിലും പറയുന്ന കേട്ട് തിരിച്ചിവിടെ വരും. ഇത് തന്നെയാണ് സംഭവം നടക്കാറുള്ളത്. മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 3 to 5 years നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി കൊടുക്കണം. നിങ്ങൾ പാർട്ട് ടൈമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരും വരരുത്, നടക്കത്തില്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫുൾ ടൈം ജോബാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ആനുവൽ റിപ്പോർട്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബായിട്ട് തന്നെ എടുക്കണം. 3 to 5 years നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ പലർക്കും അറിയത്തില്ല മാർക്കറ്റ് രാത്രി 11-11:30 വരെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും വിചാരിക്കുന്നത് 9 to 3:30 ആണ്, അതുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, രാത്രി 11:30 വരെ ഉണ്ട് എന്ന് പലർക്കും അറിയത്തില്ല. അത് 11:55 വരെ എക്സ്റ്റെൻഡ് ചെയ്യും നമ്മളുടെ വിൻ്റർ സെക്ഷനിലൊക്കെ. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോളജ് നന്നായിട്ട് വേണം. പൈസ കൊടുത്ത് വേണമെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. യൂട്യൂബിലുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെന്നാണെങ്കിൽ മാത്രം വരിക. നേരെ ഡയറക്റ്റ് എല്ലാവരും ഒരു എടുത്തുചാട്ടമുണ്ട് ഇപ്പം. അടുത്തത് അതായത് ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് ഒരു 10th ഇല്ല 12th പലർക്കും കിട്ടുന്നില്ല. ഇതാണ് ഒരു റിയാലിറ്റി എന്നുള്ളത്. അപ്പോൾ അവർ തന്നെ തപ്പിപ്പോകുമ്പോൾ ഇത് കൊള്ളാലോ, ലക്ഷറി ലൈഫാണ്, എനിക്കിതാ വേണ്ടതെന്ന് വെച്ച് നേരെ ചാടി കയറുകയാണ് സംഭവം. പക്ഷെ അതൊന്ന് മാറ്റിയെടുത്ത് ഒരു പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ, അതായത് ഇഷ്ടപ്പെട്ടു പോകും, പാഷനേറ്റായിട്ട് പോകും. അല്ലാതെ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല, നമ്മൾ ഹാപ്പി ആകാൻ ചാൻസ് വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം 18+ hours ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ അതേന്ന് പറഞ്ഞിരിക്കും, എനിക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നത്തില്ല. സോ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ബട്ട് എന്നാൽ ഡെഫിനറ്റ്ലി ടൈം ഫ്രീഡം ഉണ്ട്. എനിക്ക് വേണ്ട സമയത്ത് ഞാൻ ബ്രേക്ക് എടുക്കും. എനിക്ക് വേണ്ടാന്ന് തോന്നി ഞാൻ രാവിലെ വിളിച്ചിട്ട് എൻ്റെ മാനേജേഴ്സിനെ വിളിച്ചിട്ട് പറയും, സോ ഞാൻ ഇന്ന് ഓഫാണ്, ഞാൻ 5 ദിവസത്തേക്ക് ഞാൻ കാണത്തില്ല. ബട്ട് എനിക്ക് എൻ്റെ ടീം വർക്ക് ചെയ്യാൻ, എൻ്റെ ബാക്കിയുള്ള എല്ലാ കമ്പനികളും വർക്ക് ചെയ്യാനായിട്ട് അവിടെ സിസ്റ്റം ഉണ്ട്. അത് അവിടെ അങ്ങ് നടന്നു പോയിക്കോളും. സോ ഇമോഷണൽ ബാലൻസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും വേണം. കാരണം ഈ പറയുന്ന പോലെ ചെറിയൊരു ലോസ് കണ്ടുകൊണ്ട് നേരെ ചാടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സോ ആ ലോസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും ലോസ് വരുമെന്ന് അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് നല്ല ടൈം എടുക്കും എനിക്കിത് ലേൺ ചെയ്യാൻ. ആ ഒരു സംഭവം എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. നമ്മൾ ആദ്യം തുടങ്ങിയ സംഭവം തന്നെ എക്സ്പെക്റ്റേഷൻ ഒന്ന് കുറച്ചേക്കുക. മാർക്കറ്റിൽ വന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം, ആദ്യം തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു സംഭവം മാറ്റിയേക്കുക. എന്നിട്ട് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞ പോലെ കോമ്പൗണ്ടിങ് ചെയ്ത് പയ്യെ കയറി പോവുക. വേറെ എനിക്ക് ഉൾപ്പെടെ പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാനൊരു 10 lakh ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് 50 lakhലേക്ക് ഒരു ജമ്പ് വന്നു. അപ്പോൾ എന്താ ക്യാപ്പ് പെട്ടെന്ന് 5 times ആയി. എനിക്ക് റിസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ പഠിച്ച ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ്, സൈക്കോളജി, ഇതിലാണ് ഫോക്കസ് എന്നുള്ളത്. ഒരാൾ ട്രേഡിംഗ് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ
ആൾക്കൊരു സത്യം പറഞ്ഞാൽ ഒരാഴ്ച പോലും വേണ്ട ഒരു സ്ട്രാറ്റജി പഠിക്കാനായിട്ട്. പിന്നെ എന്തിനാണ് ഈ 3 തൊട്ട് 5 വർഷം എടുക്കുന്നത്? മൈൻഡ് സെറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. സോ ട്രേഡിങ് പഠിക്കുന്ന ഒരാൾ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് പഠിക്കുന്ന ഒരാൾ സ്ട്രാറ്റജീസിനെ അല്ല കൂടുതലും മാസ്റ്റർ ചെയ്യാൻ നോക്കേണ്ടത്, സ്വന്തമായിട്ടാണ് മാസ്റ്റർ ചെയ്യേണ്ടത്. പലരും വിചാരിക്കുന്ന ഒരു ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി ഉണ്ട്, ഞാനത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ സക്സസ് ആവും. ഞാനും അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ പോയിട്ട് ഈ മാർക്കറ്റിൽ കാണുന്ന ഫാൻസി പേരുകളൊക്കെ ഉണ്ടല്ലോ, SMC, ദെൻ ഓർഡർ ഫ്ലോ, വൈക്കോഫ്, എലിയറ്റ് വേവ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കാനായിട്ട്. എന്നിട്ട് ഫൈനലി മനസ്സിലായി ഇതെല്ലാം ഏകദേശം ഒന്നൊക്കെ തന്നെയാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ് എന്നുള്ളൊരു സംഭവത്തിൽ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു അരുൺ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് തീർച്ചയായിട്ടും ന്യൂ ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് ലോസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ മാറി നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സോ താങ്ക് യു സോ മച്ച്. Investment in securities markets are subject to market risks. Read all related documents carefully before investing.